ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആപ്സിൻ്റെ വർക്കൗട്ട് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം. ഓക്കെ, അപ്പം നമ്മൾ മിക്കവാറും ആൾക്കാർ ചെയ്യുന്ന ഒരു 5 കോമൺ ആയിട്ടുള്ള തെറ്റുകൾ, മിസ്റ്റേക്കുകളാണ് ഞാൻ പറയുന്നത്. അപ്പം നിങ്ങൾ ഈ ഒരു മിസ്റ്റേക്കുകളൊക്കെ മാറ്റി നിർത്തി നിങ്ങൾ വർക്കൗട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ആപ്സിൻ്റെ വർക്കൗട്ട് ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾക്ക് വളരെയധികം പ്രയോജനം ലഭിക്കും. അപ്പം വലിച്ചു നീട്ടുന്നില്ല, നേരെ വിഷയത്തിലോട്ട് വരാം. അതിൽ ഒന്നാമത്തെ കാര്യം വെച്ചാൽ നമ്മൾ ദിവസേന ചെയ്യുന്ന സിറ്റപ്പ് എന്ന് പറയുന്ന ഒരു വർക്കൗട്ടിനെ കുറിച്ചാണ്. സിറ്റപ്പ്. ഓക്കെ, അപ്പം ഞാനത് കാണിച്ചു തരാം. അതെങ്ങനെയാണ് ചെയ്യുന്നതെന്നും അത് തെറ്റായിട്ടുള്ള രീതിയിൽ ചെയ്യുന്നതിനുള്ള പ്രശ്നങ്ങൾ എന്താണെന്നും അത് ശരിയായ രീതിയിൽ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നും ഞാനത് കാണിച്ചു തരാം. അപ്പം നിങ്ങൾ ഇതൊന്ന് കണ്ടുവെക്കൂ. ഓക്കെ, എന്നിട്ട് ഞാൻ അടുത്ത വിഷയത്തിലോട്ട് വരാം. ഹായ് ഫ്രണ്ട്സ്, അപ്പം ഞാൻ പറഞ്ഞല്ലോ സിറ്റപ്പ് ചെയ്യുന്നതിൻ്റെ പ്രശ്നങ്ങൾ. അപ്പോൾ സിറ്റപ്പ് നമുക്കെല്ലാവർക്കും അറിയാം, നിങ്ങളെല്ലാവരും മിക്കവാറും ആൾക്കാരെല്ലാം ഇപ്പോഴും ചെയ്യുന്നതായിരിക്കും. പണ്ട് തൊട്ട് ചെയ്യുന്നൊരു വ്യായാമമാണ് സിറ്റപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ സിറ്റപ്പ് ചെയ്യുന്നതിൻ്റെ ഒരുപാട് പ്രശ്നം. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ ഒരിക്കലും വർക്കൗട്ട് ചെയ്യരുത്. ഓക്കെ, ഇത് നിങ്ങളുടെ ലോവർ ബാക്കിനൊക്കെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു വർക്കൗട്ടാണ്. അപ്പോൾ നമ്മൾ വയറ് കുറയ്ക്കാൻ വേണ്ടി വർക്കൗട്ട് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ, സിക്സ് പാക്കിന് വേണ്ടി വർക്കൗട്ട് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് ക്രഞ്ചസ് എന്ന് പറയുന്നൊരു വർക്കൗട്ടാണ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പം ഈ ഒരു വർക്കൗട്ട് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഞാൻ പറഞ്ഞല്ലോ ലോവർ ബാക്കിനൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഈ വർക്കൗട്ട് ഒഴിവാക്കുക. ഓക്കെ, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വല്ലപ്പോഴൊക്കെ ഒരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് ചെയ്യാം. പക്ഷേ ഒരിക്കലും നിങ്ങൾ ആപ്സ് കുറയ്ക്കാനായിട്ട് ഈ ഒരു വർക്കൗട്ട് ശീലമാക്കാതിരിക്കുക. പകരം നിങ്ങൾ ഞാനീ ചെയ്യുന്ന പോലുള്ള വർക്കൗട്ട് നിങ്ങൾ ചെയ്ത് പഠിക്കുക. ഓക്കെ, ഇതായിരിക്കും നിങ്ങൾക്ക് സിക്സ് പാക്ക് ആപ്സൊക്കെ വിസിബിൾ ആക്കാനായിട്ട് ഏറ്റവും നല്ലത്. ഓക്കെ, ഇത് ക്രഞ്ചസ് എന്ന് പറയുന്ന വർക്കൗട്ടാണ്. അപ്പം നിങ്ങൾ ഇങ്ങനെ കിടന്നതിന് ശേഷം ഇത്ര മാത്രം നിങ്ങൾ ഉയരുക. ഓക്കെ, ഇത്ര മാത്രം നിങ്ങൾ ഉയരുന്ന സമയത്ത് തന്നെ നിങ്ങളുടെ ആപ്സ് നല്ല രീതിയിൽ വർക്കാവുന്നതായിരിക്കും. ഓക്കെ, നല്ല ഒരു ആപ്സ് നമുക്ക് ഇങ്ങനെ ഈ ഒരു വർക്കൗട്ടോട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ആപ്സിൻ്റെ മസിലൊക്കെ പെട്ടെന്ന് നമുക്ക് വിസിബിൾ ആക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു രീതിയിൽ മാത്രം നിങ്ങൾ ഈ വർക്കൗട്ട് ചെയ്യുക. ഓക്കെ, ആദ്യം കാണിച്ച കണക്ക് നിങ്ങൾ വർക്കൗട്ട് ചെയ്ത് ശീലിക്കാതിരിക്കുക. അത് ഞാൻ പറഞ്ഞല്ലോ, വല്ലപ്പോഴും എങ്ങാനും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്യാം. പക്ഷേ നിങ്ങൾക്ക് വയറ് കുറയ്ക്കാനാണ്, സിക്സ് പാക്ക് ആപ്സിനാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ ആവശ്യം മാത്രമേ ഉള്ളൂ. ഇതിൽ കൂടുതൽ നിങ്ങൾ പൊങ്ങേണ്ട യാതൊരു ആവശ്യവുമില്ല. ഓക്കെ ഫ്രണ്ട്സ്, അപ്പം നമ്മൾ ആ ഒരു രീതി തന്നെ ആദ്യം മാറ്റിയെടുക്കുക. പിന്നെ അതാണ്ടല്ലേ, ഇങ്ങനെ നമ്മൾ വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ നമുക്ക് വയറിന് ഫലം ഇല്ലെന്നല്ല, പക്ഷേ വയറിൽ ഫലം ഉണ്ടാകുന്നതിനായിട്ട് വേണ്ടിയിട്ട് നമ്മൾ ഈ തുടയുടെ ഈ ഒരു മസിൽസ് നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ തുടങ്ങും. കാരണം നമ്മളങ്ങനെ പൊങ്ങുമ്പം ആ ഒരു മസിൽസാണ് കൂടുതൽ പ്രവർത്തിക്കാനുള്ള ഇത് വരുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഒരിക്കലും വയറിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഈ ഒരു രീതി മാത്രം നിങ്ങൾ അവലംബിക്കുക. ഇതായിരിക്കും സൂപ്പർ മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പം ഇന്ന് മുതൽ നിങ്ങൾ ഇങ്ങനെ ട്രൈ ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, അപ്പം ഇതാണ് നമ്മുടെ ഫസ്റ്റ് നമ്മൾ ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക്, സിറ്റപ്പ് എന്ന് പറയുന്ന ഒരു വർക്കൗട്ട്. ഓക്കെ, രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ആപ്സിന് വർക്കൗട്ട് ചെയ്യുന്ന ആൾക്കാർ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ ആപ്സിന് വേണ്ടി മാത്രം വർക്കൗട്ട് ചെയ്തുകൊണ്ട് യാതൊരു പ്രയോജനവും നമുക്ക് ആപ്സിന് ഉണ്ടാവില്ല. ഓക്കെ, അപ്പം നിങ്ങളൊരു സിക്സ് പാക്കിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ വർക്കൗട്ട് ചെയ്യുന്നത്, അതല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫാറ്റ് ലോസ് ചെയ്യാൻ വേണ്ടി, നിങ്ങളുടെ വയറിലെ ഫാറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ വർക്കൗട്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ, നിങ്ങൾ ആപ്സിന് വേണ്ടിയിട്ട് മാത്രമായിട്ട് ആഴ്ചയിൽ 7 ദിവസവും 2 നേരം നിങ്ങൾ വർക്കൗട്ട് ചെയ്താലും നിങ്ങളുടെ ഫാറ്റ് കുറയാൻ പോകുന്നില്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. നമ്മുടെ ആപ്സിൻ്റെ ഫാറ്റ് കുറയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിലെ ഫുള്ളായിട്ടുള്ള ബോഡി ഫാറ്റ് പെർസെൻറ്റേജ് കുറയണം. എന്നാൽ മാത്രമേ അതിനനുസരിച്ച് നമ്മുടെ ആപ്സിൻ്റെ ഫാറ്റും കുറഞ്ഞു വരികയുള്ളൂ. അത് നിങ്ങൾ മനസ്സിലാക്കുക. നമ്മുടെ ആപ്സ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് മാത്രമായിട്ട് നമുക്ക് ഒരിക്കലും വർക്കൗട്ട് ചെയ്തിട്ട് പറ്റില്ല. അത് നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കുന്ന കാര്യമാണ്. നമ്മൾ ആപ്സിന് വേണ്ടി മാത്രം വർക്കൗട്ട് ചെയ്യാതെ നിങ്ങൾ ആഴ്ചയിൽ ഒരു 3 ദിവസം ആപ്സിന് ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള ദിവസങ്ങളിൽ നിങ്ങൾ കാർഡിയോ കൂടി ചെയ്യാനായിട്ട് ശ്രമിക്കുക. കാരണം കാർഡിയോ വ്യായാമങ്ങൾ ചെയ്യുമ്പോൾ നമ്മുടെ ഓവറോൾ നമ്മുടെ ബോഡി ഫാറ്റ് പെർസെൻറ്റേജ് കുറയും. അതിനനുസരിച്ച് നമ്മുടെ സ്റ്റൊമക്കിൻ്റെ, നമ്മുടെ ആപ്സിൻ്റെ ഫാറ്റും കുറയുന്നതായിരിക്കും. ഓക്കെ, നമ്മുടെ ഈ ആപ്സിൻ്റെ ഒരു മസിൽസിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ചെറിയ മസിൽ ഗ്രൂപ്പാണ് ആപ്സിൻ്റെ എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾ ഒരുപാട് കിടന്ന് വർക്കൗട്ട് ചെയ്യേണ്ട കാര്യങ്ങളൊന്നും തന്നെ ഇല്ല ആപ്സിന് വേണ്ടി. കാരണം അത്ര വലിയ മസിൽ ഗ്രൂപ്പൊന്നുമല്ല. നിങ്ങൾ ഇന്ന് വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം 12 തൊട്ട് 20 മണിക്കൂറിനുള്ളിൽ തന്നെ അത് അതിൻ്റെ ആ ഒരു ഇത് കഴിയുന്നതായിരിക്കും. ഓക്കെ, അപ്പം നമ്മൾ ലെഗിൻ്റെയൊക്കെ എന്നൊക്കെ പറഞ്ഞാൽ വലിയ മസിൽ ഗ്രൂപ്പാണ്. അപ്പം ലെഗിൻ്റെ മസിലിനൊക്കെ നമ്മൾ വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറഞ്ഞതൊരു 3 ദിവസം 48 മണിക്കൂറൊക്കെയാണ് അതിന് റിക്കവറിക്കുള്ള സമയം വേണ്ടുന്നത്. അതേസമയം ആപ്സിന് എന്ന് പറയുന്നത് അത്ര വലിയ ഒരു മസിൽ ഗ്രൂപ്പ് അല്ല. ഓക്കെ, അപ്പം ഇത് ആപ്സിൻ്റെ ഒരു മസിൽ ഗ്രൂപ്പിനോടൊപ്പം വെച്ചാൽ അതൊരു ബിസ്ക്കറ്റ് ടൈപ്പ് മസിൽ ഗ്രൂപ്പാണ്. അപ്പം ആ ഒരു ഇതിന് നമ്മൾ കൃത്യമായിട്ട് വർക്കൗട്ട് ചെയ്യുക. ഓക്കെ, അപ്പം അടുത്തൊരു മൂന്നാമത്തെ മിസ്റ്റേക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ആപ്സിൻ്റെ വർക്കൗട്ട് ചെയ്യുന്നൊരു ഒബ്ലിക്സിൻ്റെ വർക്കൗട്ട് ചെയ്യാറില്ല എന്നുള്ളതാണ് സത്യസന്ധമായ കാര്യം. ഒബ്ലിക്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സൈഡ് ആ ഒരു ഭാഗം. ഓക്കെ, ആപ്സിൻ്റെ ഒരു സൈഡ് ഭാഗം ഉണ്ടല്ലോ, ഒബ്ലിക്സ്.
അപ്പം ഒബ്ലിക്സിന് മസ്റ്റായിട്ടും വർക്കൗട്ട് ചെയ്യുക. കാരണം ഒബ്ലിക്സിൻ്റെ വർക്കൗട്ട് ചെയ്താൽ മാത്രമേ നമ്മുടെ വയറ് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ആ ഒരു ഷേപ്പിലോട്ട് കൊണ്ടുവരാൻ സഹായിക്കത്തുള്ളൂ. മിക്കവാറും ആൾക്കാരൊന്നും ഒബ്ലിക്സിന് വർക്കൗട്ട് ചെയ്യത്തില്ല. ഒബ്ലിക്സിന് ഒരുപാട് വർക്കൗട്ടുകളുണ്ട്. ഓക്കെ, നമുക്ക് ട്വിസ്റ്റ് ചെയ്യാം, റഷ്യൻ ട്വിസ്റ്റ് ചെയ്യാം, സൈഡ് പ്ലാങ്ക് ചെയ്യാം, ഒരുപാട് വർക്കൗട്ടുകൾ നമുക്ക് ഒബ്ലിക്സിനോട് ചെയ്യാം. അതുകൊണ്ട് ആപ്സിൻ്റെ വർക്കൗട്ട് ചെയ്യുന്ന ദിവസം ഒബ്ലിക്സിൻ്റെ വർക്കൗട്ടുകൾ മസ്റ്റായിട്ടും ചെയ്തിരിക്കണം. ഓക്കെ, അതുകൊണ്ട് നിങ്ങൾക്ക് 100% പ്രയോജനമായിരിക്കും ലഭിക്കുന്നത്. ഓക്കെ, അതുകൊണ്ട് ഒബ്ലിക്സിൻ്റെ വർക്കൗട്ടുകൾ ഒരിക്കലും ഒഴിവാക്കാതിരിക്കുക. അടുത്ത 4മത്തെ ഒരു ഇതെന്ന് പറയുന്നത് നമ്മൾ എത്ര ദിവസം ആപ്സിൻ്റെ വർക്കൗട്ട് ചെയ്യണം. ചില ആൾക്കാരൊക്കെ ചില വീഡിയോകളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, നിങ്ങൾ 21 ദിവസം കൊണ്ട് ആപ്സ് കുറയ്ക്കാം, 1 മാസം കൊണ്ട് ആപ്സ് കുറയ്ക്കാം എന്നൊക്കെ പറഞ്ഞുള്ള വീഡിയോകൾ. ഓക്കെ, ഒരിക്കലും അത് സംഭവ്യമല്ല. നിങ്ങൾ ഒരിക്കലും അങ്ങനെ വർക്കൗട്ട് ചെയ്യരുത്. ഞാൻ പറഞ്ഞല്ലോ, ആപ്സ് എന്ന് പറയുന്നത് ഒരു ചെറിയ മസിൽ ഗ്രൂപ്പാണ്. നിങ്ങൾക്ക് ആഴ്ചയിൽ ഒരു 3 ദിവസം ആപ്സിൻ്റെ വർക്കൗട്ട് ചെയ്യാം. ഓക്കെ, ഒരു പ്രശ്നങ്ങളുമില്ല. നിങ്ങൾക്കിപ്പോൾ തിങ്കളാഴ്ച ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ബുധനാഴ്ച ചെയ്യാം, വെള്ളിയാഴ്ച ചെയ്യാം. നിങ്ങൾക്ക് കൂടിപ്പോയാൽ 4 ദിവസം മാക്സിമം. അതിനപ്പുറത്തോട്ട് നിങ്ങൾ ആപ്സിൻ്റെ വർക്കൗട്ട് ചെയ്യരുത്. ഓക്കെ, ആപ്സിൻ്റെ വർക്കൗട്ട് നമ്മൾ നിരന്തരമായിട്ട് ചെയ്യുന്ന വഴി അതുകൊണ്ട് പല പ്രശ്നങ്ങൾക്കും വഴിതെളിക്കും. അതുകൊണ്ട് ആപ്സിൻ്റെ വർക്കൗട്ട് നിങ്ങൾ അങ്ങനെ ചെയ്യരുത്. ചെറിയ മസിൽ ഗ്രൂപ്പാണെങ്കിലും അതിനും റിക്കവറിക്ക് സമയം വേണം. ഓക്കെ, ആരെങ്കിലും നിങ്ങളങ്ങനെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ദിവസേന ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഇന്ന് മുതൽ നിങ്ങൾ നിർത്തിക്കൊള്ളുക. അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല. ഓക്കെ, ഞാൻ പറഞ്ഞല്ലോ, ഒരു ബിസ്ക്കറ്റ് ടൈപ്പ് മസിൽ ഗ്രൂപ്പാണ് ആപ്സിൻ്റേത്. അപ്പം ഒരിക്കലും നമ്മൾ നിരന്തരമായിട്ട് അതിനായിട്ട് പെരുമാറാനായിട്ട് ശ്രമിക്കരുത്. കാരണം അത് മസിലിന് ഇഞ്ചുറീസ് ഉണ്ടാക്കാനുള്ള സാധ്യത വളരെ കൂടുതലുണ്ട്. അതുകൊണ്ട് ആഴ്ചയിൽ നിങ്ങൾ 3 ദിവസമായിട്ട് ആപ്സിൻ്റെ വർക്കൗട്ടുകൾ കുറയ്ക്കുക. അതിന് ആപ്സിൻ്റെ വർക്കൗട്ടുകൾ ചെയ്യുന്ന ദിവസം ഞാൻ പറഞ്ഞ ഒബ്ലിക്സിൻ്റെ വർക്കൗട്ടും കൂടെ ചേർത്ത് തന്നെ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പം അത് ഒരല്പം ഇൻറ്റൻസിറ്റി കൂട്ടി തന്നെ ഈ 3 ദിവസവും ചെയ്യാൻ ശ്രമിക്കുക. അല്പം ഹാർഡായിട്ട് തന്നെ ചെയ്യുക, യാതൊരു പ്രശ്നങ്ങളുമില്ല. പക്ഷേ 3 ദിവസം മാക്സിമം ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ 4മത്തെ ഒരു കാര്യം വെച്ചാൽ ആപ്സിൻ്റെ വർക്കൗട്ട് ചെയ്യുന്ന ദിവസം നമ്മൾ മാക്സിമം, ഞാനിപ്പോൾ ഈ വീഡിയോ കാണിക്കുന്ന പോലെ നമ്മൾ യോഗയിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാകും, നമ്മുടെ ഈ ഓരോ മഹർഷിമാരൊക്കെ ചെയ്യുന്ന ഒരു പ്രക്രിയ. നമ്മുടെ അത് കണക്കൊന്നും നിങ്ങൾ ചെയ്യേണ്ട. ഈ വയറിനകത്തോട്ടും പുറത്തോട്ടും ഇത് ചെയ്യുന്നൊരു പ്രക്രിയ. അപ്പോൾ അത് കണക്കൊന്നും നിങ്ങൾ ചെയ്യേണ്ട. പക്ഷേ നിങ്ങൾ 1 സെക്കൻഡ് അകത്തോട്ട് ഒന്ന് വയറിനകത്തോട്ട് വലിച്ച് 1 സെക്കൻഡ് ഒന്ന് ബ്രീത്ത് ഹോൾഡ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ സ്റ്റോങ്ങിനെ പുറത്തോട്ട് വിടുക. ഓക്കെ, പുറത്തോട്ട് അങ്ങനെ നിങ്ങൾ ചെയ്യുക. അപ്പം ഇത് മൂലം നമ്മുടെ ഈ വയറിനകത്തെ പേശികളൊക്കെ ശക്തി പ്രാപിപ്പിക്കാനായിട്ടൊക്കെ വളരെ നല്ലൊരു രീതിയാണത്. അപ്പം അതുവഴി നമുക്ക് ആ ഒരു വയറിലെ ഫാറ്റ് അകത്തെ ആ പ്രവർത്തനങ്ങളൊക്കെ സുഖമായിട്ട് നടക്കുകയും അകത്തെ പേശികളൊക്കെ ശക്തി പ്രാപിക്കുകയും ചെയ്യും. ഓക്കെ, അപ്പം ഇതാണ് ഇന്നത്തെ വീഡിയോ. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.